welcome back to Xylem Learning Practice ആണ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നല്ലോ അല്ലേ? സോ നമ്മുടെ ആനുവൽ എക്സാമിന് ഇനി വെറും രണ്ട് ദിവസങ്ങളേ ഉള്ളൂ. അപ്പം ഏറ്റവും നല്ല രീതിയിൽ ബാക്കി എക്സാം ഒക്കെ എഴുതിയാലും നല്ല സൂപ്പർ ആയിട്ട് തന്നെ നമുക്ക് ബയോളജി എക്സാമും തകർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തായാലും ഷുവറായിട്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ വരുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു ഭാഗമാണ് മൂവ്മെന്റ്സ് ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ പ്ലാന്റ്സിന്റെ മൂവ്മെന്റ്സിൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നമ്മൾ രണ്ട് മൂവ്മെന്റ്സ് ആണ് ജനറലി പറയാറുള്ളത്. അതായത് നമ്മുടെ ഇപ്പം ആനിമൽസിന്റെ കേസിലുള്ള മൂവ്മെന്റ്സ് പറയുമ്പോൾ നമ്മുടെ മസ്കുലാർ കോൺട്രാക്ഷൻ, സ്കെലറ്റൽ സിസ്റ്റവും മസ്കുലർ സിസ്റ്റം ഒക്കെ വെച്ചിട്ടാണ് മൂവ്മെന്റ്സ് നടക്കുന്നതെന്ന്. എന്നാൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റിമുലസിനനുസരിച്ച്, അതായത് എക്സ്റ്റേണൽ സ്റ്റിമുലസിനനുസരിച്ചുള്ള മൂവ്മെന്റ്, ലൈറ്റ് ആവാം, വാട്ടർ ആവാം, ഗ്രാവിറ്റി ആവാം, അങ്ങനെ കുറേ സ്റ്റിമുലസിനനുസരിച്ചുള്ള ഉദ്ദീപനങ്ങൾക്കനുസരിച്ചുള്ള ചലനമാണ് സസ്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ആൻഡ് ഇൻ the internal or external instigation that evokes a response in living organism is called a stimulus. Light, water, gravity, touch, chemical substance, etc. stimuli that cause plant movements. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കാരണമാണ് സസ്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്? വലിയ ചലനങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി പ്ലാന്റ്സ് മൂവ്മെന്റ്സിനെ നമ്മൾക്ക് എന്ത് ചെയ്യാം? രണ്ടായിട്ട് തന്നെ കാറ്റഗറൈസ് ചെയ്യാം. സസ്യ ചലനങ്ങളെ നമുക്ക് രണ്ടായിട്ട് തന്നെ കാറ്റഗറൈസ് ചെയ്യാം. ഓക്കെ, നമ്മൾ രണ്ടായിട്ട് തന്നെ ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്നാമത്തേതെന്ന് പറയുന്നത് ട്രോപ്പിക് മൂവ്മെന്റ്സ് ആണ്. ട്രോപ്പിക ചലനങ്ങൾ. രണ്ടാമത്തേതെന്ന് പറയുന്നത് നാസ്റ്റിക് മൂവ്മെന്റ്സ് ആണ്. നാസ്തിക ചലനങ്ങൾ. ഇങ്ങനെയാണ് നമ്മൾ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ട്രോപ്പിക് മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റിമുലസ് റിലേറ്റ് ചെയ്തിട്ടുള്ള, സ്റ്റിമുലസ് ഓറിയന്റഡ് ആയിട്ടുള്ള, ഉദ്ദീപന ദിശയ്ക്കനുസരിച്ചുള്ള ചലനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രോപ്പിക് മൂവ്മെന്റ്സ് എന്ന്. രണ്ടാമത്തേത് നാസ്റ്റിക് ആണ്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു സ്റ്റിമുലൈ ഒന്നുമില്ല. മൂവ്മെന്റ്സ് ആർ നോട്ട് അക്കോർഡിംഗ് ടു ദ സ്റ്റിമുലസ്. ഒരു സ്റ്റിമുലസിന്റെ ഡയറക്ഷനോ ദിശയ്ക്കോ അനുസരിച്ചല്ല ചലനമെങ്കിൽ അതിനെയാണ് നമ്മൾ നാസ്റ്റിക് മൂവ്മെന്റ് എന്ന് പറയുന്നത്. രണ്ട് ബെസ്റ്റ് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഇതിനെ ജനറൽ ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ ആ സൂര്യപ്രകാശം കിട്ടുന്നതിനനുസരിച്ച് ലീഫ് പോകുന്നു, അല്ലെങ്കിൽ സ്റ്റെമ്മ് ബെൻഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പം ആ ലൈറ്റ് എന്ന സ്റ്റിമുലസിനനുസരിച്ച് പ്ലാന്റ് മൂവ് ചെയ്യുന്നത് കൊണ്ട് നമുക്കതിനെ എന്ത് പറയാം? ട്രോപ്പിക് മൂവ്മെന്റ് എന്ന് പറയാം. രണ്ടാമത്തെ കേസിൽ ഒരു പൂവ് വിരിയുന്നു അല്ലേ? ഒരു പൂവ് നമ്മൾ 2 ദിവസം മുന്നേ മൊട്ടായിട്ട് ഇട്ടാ കണ്ടതെങ്കിൽ 2-3 ദിവസം കഴിയുമ്പോൾ വിരിയുന്നതായിട്ട് കാണാം. അത് പ്രത്യേകിച്ച് ഒരു സ്റ്റിമുലസോ ഒരു ദിശയ്ക്കനുസരിച്ചുള്ള മൂവ്മെന്റുകളല്ല അല്ലെ? അപ്പൊ ഈ പൂവ് വിരിയുന്നത്, ദ ബ്ലോസമിംഗ് ഓഫ് ദ ഫ്ലവർ ഒക്കെ പറയുന്നത് എന്താണ്? നാസ്തിക ചലനമായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഇനി ട്രോപ്പിക് മൂവ്മെന്റിൽ മിസ് ഇപ്പൊ പറഞ്ഞ ഒരു എക്സാമ്പിൾ ആണ് ഫോട്ടോ ട്രോപ്പിക്സം അല്ലെങ്കിൽ പ്രകാശ ട്രോപ്പിക ചലനം എന്ന് നമ്മൾ പറയുന്നത്. പ്രകാശ ട്രോപ്പിക ചലനം. അപ്പൊ ലൈറ്റ് ആണ് സ്റ്റിമുലസ് എങ്കിൽ പ്രകാശ ട്രോപ്പിക ചലനം. ഗ്രാവിറ്റി ആണ് സ്റ്റിമുലസ് എങ്കിൽ അതിനെ നമ്മൾ ജിയോ ട്രോപ്പിസം എന്നാണ് പറയാം. ജിയോ ട്രോപ്പിസം. അപ്പൊ ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശമാണ് എങ്കിൽ അത് പ്രകാശ ട്രോപ്പിക ചലനം. ഗ്രാവിറ്റി, ഭൂഗുരുത്വാകർഷണം, അതാണെങ്കിൽ എന്താ? ജിയോ ട്രോപ്പിസം. ഹൈഡ്രോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ വാട്ടർ, ജലമാണ് അവിടുത്തെ സ്റ്റിമുലസ്. ഹൈഡ്രോട്രോപ്പിസം. കണ്ട. അപ്പൊ ഫോട്ടോട്രോപ്പിസം ഉണ്ട്, ജിയോട്രോപ്പിസം ഉണ്ട്, ഹൈഡ്രോട്രോപ്പിസം ഉണ്ട്. ഇനി ഓരോന്നിനും നമുക്ക് നോക്കാം. ഫോട്ടോട്രോപ്പിസം എന്ന് പറയുമ്പോൾ ഇവിടെ സ്റ്റിമുലസ് എന്ന് പറയുന്നത് അല്ലെ, ഉദ്ദീപനം എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രകാശ ട്രോപ്പിക ചലനത്തിൽ സ്റ്റെം ഗ്രോ ടുവേർഡ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ ലൈറ്റ് ആൻഡ് റൂട്ട് ഗ്രോസ് അഗെയിൻസ്റ്റ് ഇസ്റ്റ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ പ്രകാശമാണെങ്കിൽ സ്റ്റെമ്മിന്റെ കേസിൽ നോക്കുമ്പോൾ ലൈറ്റിന് നേരെ പോവുകയാണെങ്കിൽ അതെന്താണ്? പോസിറ്റീവ് ആണ് നമുക്ക് കാണാൻ പറ്റും. റൂട്ട് ആണെങ്കിലോ ലൈറ്റിന് എതിരെയാണ്, അപ്പൊ അത് നെഗറ്റീവ് ആണ് കാണിക്കുന്നത്. ഇനി നമ്മൾ ഗ്രാവിറ്റി എടുക്കുമ്പോഴോ റൂട്ട് എന്ന് പറയുന്നത് ഗ്രാവിറ്റിക്ക് നേരെയും ജലത്തിന് നേരെയും പോസിറ്റീവ് ആയിട്ടാണ് കാണിക്കുക. സോ റൂട്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ജിയോട്രോപ്പിസം, പോസിറ്റീവ് ഹൈഡ്രോട്രോപ്പിസം. സ്റ്റെം എന്ന് പറയുന്നതോ ഗ്രാവിറ്റിക്ക് എതിരെയാണ്. സോ ദാറ്റ് ഈസ് നെഗറ്റീവ് ജിയോട്രോപ്പിസം ആൻഡ് നെഗറ്റീവ് ഹൈഡ്രോട്രോപ്പിസം. അപ്പം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. റൂട്ട് എന്ന് പറയുന്നത് ഗ്രാവിറ്റിയുടെ കേസിലും വാട്ടറിന്റെ കേസിലും പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അടുത്തതെന്ന് പറയുന്നത് നാസ്തിക ചലനമാണ്. നാസ്തിക ചലനത്തിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ മിസ് പറഞ്ഞു തരാം. നാസ്റ്റിക് മൂവ്മെന്റ്സ്, നാസ്തിക ചലനം. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഫോൾഡിംഗ് ഓഫ് ദ ലീവ്സ്. ഫോൾഡിംഗ് ഓഫ് ലീവ്സ് ഇൻ ടച്ച് മീ നോട്ട് പ്ലാന്റ്.
ഓക്കെ, അപ്പൊ തൊട്ടാവാടി വാടുന്നത്, പൂവ് വിരിയുന്നു, നമ്മുടെ ബ്ലോസമിങ്, ഫ്ലവർ എന്ത് ചെയ്യാണ്, ബ്ലോസമിങ് ചെയ്യുന്നത്. സോ ഫ്ലവറിങ്, പൂ വിരിയുന്നത്. അതുപോലെ തന്നെ അടുത്തതാണ് ഏത്, സീഡ് ജെർമിനേഷൻ അല്ലെ, സീഡ് ജെർമിനേറ്റ് ചെയ്യുന്നത് ഒക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്, നാസ്റ്റിക് മൂവ്മെന്റ്സിന്റെ എക്സാമ്പിൾ ആണ്. സോ ഈ ഒരു പ്ലാൻ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് ക്ലിയർ കട്ട് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക, മറന്നു പോകരുത്, അടിപൊളിയായിട്ട് തന്നെ കോൺസെപ്റ്റ് പഠിക്കണം. All the best. Bye bye.